ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് റവ ഒരു പാനിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിൽ കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. റവ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. കളറൊന്നും ചേഞ്ച് ആവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവക്ക് 2 കപ്പ് പാൽ എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ റവ അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ റവ ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ പാലിൽ മിക്സായി കിട്ടണം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പാല് മുഴുവനായിട്ട് റവയിൽ അബ്സോർബായി കിട്ടും. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ പാൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനിയും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് നല്ലൊരു ഡോ പോലെയായി കിട്ടും നമുക്ക്. അതുവരേക്ക് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ നല്ലൊരു ഡോ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇതുപോലെ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ചൂട് പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഈ ഷുഗർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. ഈ ഷുഗർ സിറപ്പ് നമുക്കങ്ങനെ സ്റ്റിക്കി ഫോമിലൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ തന്നെ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഇവിടുന്ന് തയ്യാറാകട്ടെ. ഷുഗർ സിറപ്പ് തയ്യാറായാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള റവ ഇവിടെ ചൂടൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. ചെറിയ ചൂടിൽ തന്നെ വേണം നമ്മളിത് കുഴച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതേപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇനി ഇത് 2 പോർഷനാക്കിയിട്ടുണ്ട്. അതിലൊരു ബോൾ ഒരു പലകയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. പലകയിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തോളൂ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ക്രാക്കൊന്നും വരില്ല. നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുത്തത് കാരണം ക്രാക്കൊന്നും വരില്ല. നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതിപ്പോൾ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സർക്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ടൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പോ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അധികം തിന്നായി പോകാനൊന്നും പാടില്ല. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ഇനി ബാക്കി വരുന്ന ഈ ഡോ ഒന്നുകൂടി ഉരുട്ടിയിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതും ഒന്ന് പരത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് റവയാണ്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇതേപോലത്തെ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു പ്ലേറ്റ് നിറയെ സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതും കണ്ടല്ലോ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ പരത്തിയെടുക്കണം. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പരത്തിയിട്ടല്ലാതെ ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ പോലെ ഉണ്ടാകും. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷമുള്ള ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഉരുളിയുടെ കൂടെ വെച്ചിട്ടൊന്ന് പരത്തി ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് നല്ല പൂരി പോലെ ഇങ്ങനെ പൊങ്ങി വരും. ആ ഒരു സമയത്ത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം വേണം നമ്മളിത് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണ ഒട്ടും തന്നെ ഇല്ലാതെ വേണം ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് എണ്ണ നന്നായിട്ട് പോയതിന് ശേഷം മാത്രം ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതെല്ലാം ഞാനിവിടെ എടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പിന് ചെറിയൊരു ചൂടുണ്ടായിരിക്കണം. അഥവാ ഷുഗർ സിറപ്പ് നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി കൊടുക്കണം. അതിനുശേഷം വേണം നമ്മളിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നന്നായിട്ട് സോക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിലേക്ക് ഷുഗർ സിറപ്പ് പിടിച്ചോളും. അപ്പോൾ ഈ സമയത്ത് ഷുഗർ സിറപ്പിന് ഒരു ഇളം ചൂടെങ്കിലും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ബാച്ച് തയ്യാറാകുന്നത് വരെ ഇത് ഷുഗർ സിറപ്പ് തന്നെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം.
നേരത്തെ ചെയ്തതുപോലെ തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. നമുക്ക് പ്രത്യേകിച്ചിട്ട് ഇതിൽ കുക്കാവാനൊന്നും ഇല്ലല്ലോ, നമ്മൾ ഓൾറെഡി റവയൊക്കെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ കരിഞ്ഞൊന്നും പോകാൻ പാടില്ല, അടുത്ത് തന്നെ നിൽക്കണം. എന്നിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതേപോലെ എടുത്തു മാറ്റിയതിന് ശേഷം നെക്സ്റ്റ് ബാച്ച് നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഷുഗർ സിറപ്പിന് ചൂടില്ല എന്നാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്തോളൂ. ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ എണ്ണ ഒക്കെ പോയതിന് ശേഷം ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ എല്ലാ സ്നാക്കും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലുള്ള അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഫീഡ്ബാക്കായിട്ട് കമൻസിലൂടെ അറിയിക്കാൻ ആരും മറക്കരുത്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ പുറം ഭാഗം ഇങ്ങനെ ചെറിയൊരു ലെയറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പൂരി പോലെ ഇങ്ങനെ പൊങ്ങി വന്നതാണല്ലോ, അതുകൊണ്ടൊരു ചെറിയ ലെയറായിട്ടാണ് ഉണ്ടാവുക ഇതിൻ്റെ പുറം ഭാഗം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.